ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 8ലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ അക്ബരി ലോട്ട എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. अकबरी लौटा. लाला झाऊलाल को खाने पीने की कमी नहीं थी. ഇപ്പോൾ ലാലാ ഝാവുലാലിന് ഭക്ഷണകാര്യത്തിന്, അതായത് ആഹാരകാര്യങ്ങളിൽ ഒരു കുറവും ഇല്ലായിരുന്നു. എല്ലാ വിധത്തിലുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. കാശിക്ക് ठठेरी बाजार में मकान था. ठठेरी बाजाറിൽ അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നു. നീച്ചേക്ക് ദുക്കാനും से 100 रुपये मासिक के കരീബ് കിറായ ഉത്തരാത്ത था. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ താഴെ അദ്ദേഹം കുറച്ച് കടകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വാടക 100 രൂപയായിരുന്നു. അപ്പോൾ മാസം 100 രൂപ എന്ന കണക്കിൽ അദ്ദേഹത്തിന് വാടക അവിടെ നിന്ന് കിട്ടുമായിരുന്നു. अच्छा खाते थे, अच्छा पहनते थे, पर 250 रुपये तो एक साथ आँख सेंकने के लिए भी न मिलते थे. നല്ലോണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എല്ലാം കഴിക്കാനും പിന്നെ ഡ്രസ്സിങ്ങും എല്ലാം അവരുടെ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു ലാലാ ഝാവുലാലിൻ്റെ. അതിനൊരു കുറവും ഇല്ലായിരുന്നു. पर 250 रुपये तो एक साथ आँख सेंकने के लिए भी न मिलते थे. പക്ഷേ 250 രൂപ അതൊന്ന് കാണാൻ പോലും അദ്ദേഹത്തിന് കിട്ടത്തില്ലായിരുന്നു. കാരണം അത് കിട്ടാറില്ലായിരുന്നു. അത്രയും കാശ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്താറില്ലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആങ്ക് സേങ്ക്നെ കെ ലിയെ ബി എന്ന് പറഞ്ഞാൽ ഒന്ന് കാണാൻ പോലും കിട്ടത്തില്ലായിരുന്നു എന്നാണ് മീനിങ്. इसलिए जब उनकी पत्नी ने एक दिन एकाएक 250 रुपये की मांग पेश की, तब उनका जी एक बार जोर से सनसनाया और फिर बैठ गया. उनकी यह दशा देखकर पत्नी ने कहा, डरिए मत, आप देने में असमर्थ हो तो मैं अपनी भाई से मांग लूँ. इसलिए जब उनकी पत्नी ने एक दिन एकाएक 250 रुपये की मांग पेश की, तब उनका जी एक बार जोर से सनसनाया और फिर बैठ गया. അപ്പോൾ ഇസ്ലിയെ, അതുകൊണ്ട് തന്നെ, അതായത് 250 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരിക്കലും കിട്ടാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരിക്കൽ എക്കായേക്ക്, അതായത് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് 250 രൂപ ചോദിച്ചു. മാങ് പേഷ്കി, അതായത് ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ 250 രൂപയുടെ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ തബ് ഉൻകാ ജി എക് ബാർ ജോർ സെ സൻസനായ ഓർ ഫിർ ബാറ്റ് ഗയ. അത് കേട്ടപ്പാടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകെ കൂടെ ഒന്ന് ടെൻഷനായിപ്പോയി. സൻസനാന എന്ന് പറഞ്ഞാൽ ആകെ കൂടെ ഒന്ന് ഇളകുക, അതായത് പേടിച്ചു പോവുക, എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഓർ ഫിർ ബാറ്റ് ഗയ, അതിന് ശേഷം സമാധാനിച്ചു. കുറച്ച് നേരം ഒരു ടെൻഷൻ പോലെ ആയി. ഓർ ഫിർ ബാറ്റ് ഗയ, അവിടെ ഇരുന്നു പോയി, അതായത് മനസ്സ് ആകെ കൂടെ ഒന്ന് പേടിച്ചു പോയി എന്ന്. उनकी यह दशा देखकर पत्नी ने कहा, डरिए मत, आप देने में असमर्थ हो तो मैं अपने भाई से मांग लूँ. അപ്പോൾ ഉൻകി ദശ ദേക്കർ, അദ്ദേഹത്തിൻ്റെ ആ സ്ഥിതി കണ്ടപ്പോൾ ഭാര്യയ്ക്ക് ഏകദേശം ഐഡിയ കിട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശുണ്ടാകത്തില്ല എന്ന്. അപ്പോൾ ഭാര്യ പറയുകയാണ്, ഡറിയെ മത്, ആപ് ദേനെ മേ അസമർത്ത് ഹോ, അതായത് പേടിക്കേണ്ട, താങ്കൾക്ക് എനിക്ക് കാശ് നൽകാനുള്ള ശേഷി, അതായത് താങ്കൾക്ക് കാശ് നൽകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ തുമ്മേ അപ്നെ ഭായി സെ മാങ് ലൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ചേട്ടനോട് ചോദിക്കാം. ലാലാ ഝാവുലാൽ തിൽമില ഉഠേ. उन्होंने रोब के साथ कहा, अजी हटो, 250 रुपये के लिए भाई से भीख मांगोगी, मुझसे ले लेना. അപ്പോൾ ലാലാ ഝാവുലാൽ ആകെ കൂടെ ടെൻഷനായിപ്പോയി. ലാലാ ഝാവുലാൽ അപ്സെറ്റ് ആയിപ്പോയി. എന്താ ഇത് പറയേണ്ടത് എന്നറിയാത്ത രീതി. എങ്കിൽ പോലും എണീറ്റ് നിന്നിട്ട് പറയാണ്, ഉൻഹെ റോബ് കെ സാത്ത് കാ. റോബ് എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റൈലിലൂടെ കോൺഫിഡൻസ് കാണിച്ചുകൊണ്ട് പറയുകയാണ്, അജി ഹട്ടോ, 250 रुपये लिए भाई से भीख मांगोगे. ഒരു 250 രൂപയ്ക്ക് വേണ്ടി നീ ചേട്ടനോട് ചോദിക്കാൻ പോവുകയാണോ? മുജ്സെ ലേ ലേന, നീ എൻ്റെ അടുത്ത് മേടിച്ചോളൂ. लेकिन मुझे इसी ज़िंदगी में चाहिए, अजी इसी सप्ताह में ले लेना. सप्ताह से आपका तात्पर्य 7 दिन से है या 7 वर्ष से? लाला झाऊलाल ने रोब के साथ खड़े होते हुए कहा, आज से 7वें दिन मुझसे 250 रुपये ले लेना. ലേക്കിൻ മുझे ഇസി ജിന്ദഗി മേ ചാഹിയേ. ഭാര്യ അദ്ദേഹത്തിനോട് പറയുകയാണ്, എനിക്ക് ഈ ജീവിതത്തിൽ തന്നെ വേണം, അതായത് ഈ ജന്മത്തിൽ തന്നെ എനിക്ക് വേണം കാശ്. അജി ഇസി സപ്താഹ് മേ ലേ ലേന. അപ്പോൾ ഝാവുലാൽ പറയണം, ഈ ആഴ്ച തന്നെ നീ മേടിച്ചോ, ഇതേ ആഴ്ചയിൽ മേടിച്ചോ. സപ്താഹ് സെ ആപ്കാ താത്പര്യ 7 दिन से है या 7 वर्ष? അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, താങ്കൾ ഈ ആഴ്ച എന്ന് പറയുന്നത് കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? 7 ദിവസം എന്നാണോ അതോ 7 വർഷം എന്നാണോ? लाला झाऊलाल ने रोब के साथ खड़े होते हुए कहा,
आज से 7वें दिन मुझसे 250 रुपये ले लेना. ലാലാജാലു വീണ്ടും ഇങ്ങനെ അഭിമാനത്തോടെ ഇങ്ങനെ കോൺഫിഡൻസോടെ പറയുകയാണ്, നോക്കിക്കോ, ആജ് സെ 7वें दिन, അതായത് ഇന്ന് തൊട്ട് 7ാമത്തെ ദിവസം എൻ്റെ അടുത്ത് നിന്ന് നീ 250 രൂപ മേടിച്ചോളൂ എന്ന് ഭാര്യയോട് പറയുകയാണ് ലാലാ ജാവുലാൽ. लेकिन जब 4 दिन ज्यों त्यों में यूं ही बीत गए और रुपयों का कोई प्रबंध न हो सका, तब उन्हें चिंता होने लगी. प्रश्न अपनी प्रतिष्ठा का था. अपने ही घर में अपनी साख का था. देने का पक्का वादा करके अगर अब दे न सके तो अपने मन में वह क्या सोचेगी? उसकी नज़रों में उसका क्या मूल्य रह जाएगा? अपनी वाहवाही की सैकड़ों गाथाएं सुना चुके थे. अब जो एक काम पड़ा तो चारों खाने चित हो रहे. यह पहली बार उसने मुंह खोलकर कुछ रुपयों का सवाल किया था. इस समय अगर दुम दबाकर निकल भागते हैं तो फिर उसे क्या मुंह दिखलाएंगे? लेकिन जब 4 दिन ज्यों त्यों में यूं ही बीत गए और रुपयों का कोई प्रबंध न हो सका, തബ് ഉന്നെ ചിന്ത ഹോനെ ലഗി. അപ്പോൾ ലേക്കിൻ പക്ഷേ കുറച്ച്, അതായത് 4 ദിവസങ്ങൾ, ജ്യോത്യോ 4 ദിവസങ്ങൾ എങ്ങനെയൊക്കെയോ, ജ്യോത്യോമേ യൂഹി ബീത് ഗെ, എങ്ങനെയോ അങ്ങനെ പോയി ദിവസങ്ങൾ, 4 ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. ഓർ റുപ്യോ കാ കോയി പ്രബന്ധ ന ഹോ സക്ക. പക്ഷെ അപ്പോഴും ഈ 4 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഈ കാശിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. തബ് ഉന്നെ ചിന്ത ഹോനെ ലഗി. ആ സമയത്ത് ജാവുലാലിന് ഇങ്ങനെ ടെൻഷൻ തുടങ്ങി, ആലോചന തുടങ്ങി, ഇനി ഇപ്പം എങ്ങനെയാണ് ഞാൻ കാശ് ഉണ്ടാക്കുക. പ്രശ്നം അപ്നി പ്രതിഷ്ഠ കാ താ, അപ്നെ ഹി ഘർ മേ അപ്നി സാഖ് കാ താ. അപ്പോൾ പ്രശ്നം ഇനിയിപ്പോൾ എന്താണ്? പ്രതിഷ്ഠയുടേതാണ്. അപ്നെ ഹി ഘർ മേ അപ്നി സാഖ് കാ താ. സാഖ് എന്ന് പറഞ്ഞാൽ അഭിമാന പ്രശ്നമായിട്ട് മാറുകയാണ്. പ്രതിഷ്ഠയാണ്, അതായത് വീട്ടിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താണ് റെസ്പെക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, ആ കാശ് കൊടുത്തേ മതിയാകൂ. അപ്നെ ഹി ഘർ മേ അപ്നി സാഖ് കാ താ, എൻ്റെ വീട്ടിൽ തന്നെ, സ്വന്തം വീട്ടിൽ ഉള്ള അഭിമാന പ്രശ്നമായിട്ട് മാറുകയാണ് ഇത്. അപ്പോൾ ദേനെ കാ പക്കാ വാദാ കർക്കെ അഗർ അബ് ദേ ന സകേ तो अपने मन में वह क्या सोचेगी? ഇപ്പം ഞാൻ കൊടുക്കുമെന്ന് തറപ്പിച്ച് ഞാൻ വാക്ക് കൊടുത്തതാണ്, പക്ക വാദാ കർക്കെ അല്ലെ, വാക്ക് കൊടുത്തതാണ്. അഗർ അബ് ദേ ന സകേ തോ അപ്നെ മൻ മേ വഹ് ക്യാ സോച്ചേഗി. ഇപ്പം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവൾ പിന്നെ എന്ത് വിചാരിക്കും എന്നെ പറ്റി? ഉസ്കി നസറോ മേ ഉസ്കാ ക്യാ മൂല്യ രഹ ജായേഗ. അങ്ങനെയാണെങ്കിൽ അവളുടെ മുമ്പിൽ എന്ത് വിലയായിരിക്കും എനിക്കുള്ളത്? അവളുടെ കണ്ണുകളിൽ എനിക്ക് എന്ത് വിലയായിരിക്കും? അതായത് ഉസ്കി നസറോ മേ, അതായത് ഭാര്യയുടെ മുമ്പിൽ എനിക്ക് എന്തായിരിക്കും ഇനി വില? അപ്നി വാഹ്വാഹി കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സേങ്കടോ ഗാത്തായും സുനാ ചുക്കേത്തെ, 100 കണക്കിന് കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊങ്ങച്ചം, അതായത് സ്വയം പൊക്കിക്കൊണ്ട്. അബ് ജോ ഈ കാം പടാ തോ ചാരോം ഖാനെ ചിത്ത് ഹോ റേ. ചാരോം ഖാനെ ചിത്ത് ഹോന എന്ന് പറഞ്ഞാൽ പരാസ്ത് ഹോന, അതായത് ഫെയിലിയർ ആവുക. അപ്പോൾ അബ് ജോ ഈ കാം പടാ, ഇപ്പോൾ ഒരു ജോലി വന്നപ്പോൾ, അതായത് ഇപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി വന്നപ്പോൾ അതിലെന്താണ്, ഫെയിലാവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പെഹ്ലി ബാർ ഉസ്നെ മുഹ് ഖോൽക്കർ കുച്ച് റുപ്പിയോ കാ സവാൽ കിയാ താ. ഇത് ആദ്യമായിട്ടാണ് ഭാര്യ ഒന്ന് വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നത്, അതും കുച്ച് റുപ്പിയോ കാ സവാൽ, കുറച്ചൊന്ന് കാശ് വാ തുറന്ന് ചോദിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. कुछ रुपयों का सवाल किया था. तो इस समय अगर दुम दबाकर निकल भागते हैं तो फिर उसे क्या मुँह दिखलाएंगे? ഈ സമയം വന്നിട്ട്, അതായത് ആദ്യമായിട്ട് ചോദിക്കുകയാണ് ഭാര്യ കാശ്. അപ്പോൾ ഈ സമയം വന്നിട്ട് ഞാൻ പേടിച്ചു, ദും ദബാക്കർ നിക്കൽ ജാന എന്ന് പറഞ്ഞാൽ, നിക്കൽ ഭാഗ്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേടിച്ച് ഒതുങ്ങി ഓടുക. അപ്പോൾ അതിനെയാണ് ദും ദബാക്കർ നിക്കൽ ഭാഗ്തേ ഹൈ. തോ ഫിർ ഉസെ ക്യാ മുഹ് ദിഖ്ലായെങ്കെ. അങ്ങനെ ഞാൻ പേടിച്ചിതിന്ന് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ മുഖം കാണിക്കും അവളെ എന്നാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ജാവുലാൽ. എങ്ങനെ ഈ കാശിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും? കാരണം ഓൾറെഡി 4 ദിവസം എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോയി. खैर एक दिन और बीता. 5वें दिन घबराकर उन्होंने पंडित बिलवासी मिश्र को अपनी विपदा सुनाई. संयोग कुछ ऐसा बिगड़ा था कि बिलवासी जी भी उस समय बिल्कुल खुक थे. उन्होंने कहा, मेरे पास हैं तो नहीं, पर मैं कहीं से मांग जांच कर लाने की कोशिश करूँगा, और अगर मिल गया तो कल शाम को तुमसे मकान पर मिलूँगा. അങ്ങനെ എന്തോ ആവട്ടെ, ഏക് ദിൻ ഓർ ബീത്ത, ഒരു ദിവസം കൂടെ അങ്ങനെ കഴിഞ്ഞുപോയി.
पांचवें दिन घबराकर उन्होंने पंडित ഇങ്ങനെ എഴുതുകയാണെങ്കിൽ പം എന്ന് എഴുതുകയാണെങ്കിൽ പണ്ഡിത്ത് എന്നാണ് കേട്ടോ. പണ്ഡിറ്റ് ബിൽവാസി മിശ്രക്കോ അപ്നി വിപദ സുനായി. അപ്പോൾ പാഞ്ചവേ ദിനം, അതായത് അഞ്ചാമത്തെ ദിവസം ആയപ്പോൾ ആകെ കൂടെ നെർവസ് ആയിപ്പോയി ആൾ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആ ഒരു സ്ഥിതി. അപ്പോൾ ഘബ്രാക്ക് പേടിച്ചുകൊണ്ട് ഉन्होंने പണ്ഡിറ്റ് ബിൽവാസി മിശ്രക്കോ അപ്നി വിപദ സുനായി. പണ്ഡിറ്റ് ബിൽവാസി മിശ്ര അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ബിൽവാസി മിശ്രൻ്റെ അടുത്തേക്ക് ജാവുലാൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വിപദ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നടന്ന ഈ സംഭവം, ദുരന്തം അല്ലെങ്കിൽ എന്താ പറയുക, ഈ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ പറയുകയാണ്. സംयोग कुछ ऐसा बिगड़ा था कि बिलवासी जी भी उस समय बिल्कुल കുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എം ടി ഹാൻഡഡ്, അദ്ദേഹത്തിൻ്റെ കയ്യിലും ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത് കാശായിട്ട്. അപ്പോൾ സംयोग എന്ന് പറഞ്ഞാൽ കഷ്ടകാലം എന്ന് പറയാം, അല്ലെങ്കിൽ ഭാഗ്യം എന്തും പറയാം. സംयोग കഷ്ടകാലത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതിയും വളരെ മോശമായിരുന്നു. കുച്ച് ऐसा बिगड़ा था, മോശമായ സ്ഥിതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. എങ്കിൽ ബിൽവാസി ജി ബി ഉസ് സമയം ബിൽക്കുൽ ഖുക്ക് തെ, അദ്ദേഹത്തിൻ്റെ കയ്യിലും കാശ്, അതായത് അദ്ദേഹവും എം ടി ഹാൻഡഡ് ആയിരുന്നു, കാശൊന്നും ഇല്ലായിരുന്നു. उन्होंने कहा मेरे पास हैं तो नहीं पर मैं कहीं से मांग जांच कर लाने की कोशिश करूँगा. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഇല്ല, പിന്നെ വേറെ എവിടെയെന്നെങ്കിലും ചോദിച്ച് അന്വേഷിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ കയ്യിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം, ആരടുത്തെങ്കിലും ചോദിച്ചും അന്വേഷിച്ചും ഒക്കെ ഞാൻ ട്രൈ ചെയ്യാം. और अगर मिल गया तो कल शाम को तुमसे मकान पर मिलूँगा. ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ നിൻ്റെ വീട്ടിലേക്ക് എത്താം, അവിടെ വന്ന് കാണാം. वही शाम आज थी, हफ्ते का अंतिम दिन. कल 250 रुपये या तो गिन देना है या सारी हेंकड़ी से हाथ धोना है. यह सच है कि कल रुपया न आने पर उनकी स्त्री उन्हें डामल फांसी न कर देगी, केवल ज़रा सा हंस देगी. पर वह कैसी हंसी होगी, कल्पना मात्र से झाऊलाल में मरोड़ पैदा हो जाती थी. അപ്പോൾ വഹി ഷാം ആജ്, അപ്പോൾ കാശ് കൊടുക്കേണ്ട ആ വൈകുന്നേരം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹഫ്തേക്ക് അന്തിം ദിൻ, ആഴ്ചയുടെ ലാസ്റ്റ് ദിവസം. കൽ 250 रुपये या तो गिन देना है या सारी हेंकड़ी से हाथ धोना है. അല്ലെങ്കിൽ നാളെയാണ് ദിവസം, കാശ് കൊടുക്കേണ്ട ദിവസം. അപ്പോൾ 250 രൂപ കൊടുക്കണം, എണ്ണി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ്, എല്ലാ അഭിമാനവും ഗൗരവവും എല്ലാം പോകാൻ പോവുകയാണ്. ഹെങ്ക്ടി മീൻസ് ഗൗരവ്. അപ്പോൾ എല്ലാ ഗൗരവം എല്ലാം പോകാൻ പോവുകയാണ്. ഹൈൻക്ടി സെ ഹാത്ത് ധോനാ ഹെ എന്ന് പറഞ്ഞാൽ ആ അഭിമാനം എല്ലാം പോകാൻ പോവുകയാണ്. यह सच है कि कल रुपया न आने पर उनकी स्त्री उन्हें डामल फांसी न कर देगी. അപ്പോൾ ഇതൊരു സത്യമാണ്. എന്ത് വന്നാൽ, അതായത് കാശ് കൊടുക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും, കൽ റുപ്യ ന ആനെ പർ, കാശ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തൻ്റെ ഭാര്യ, അതായത് ഉൻകി സ്ത്രീ ഭാര്യ, ഡാമൽ ഫാസി ന കർ ദേഗി. ഡാമൽ ഫാസ് ജീവപര്യന്ത തടവൊന്നും കിട്ടാൻ പോണില്ല, പക്ഷെ എന്താണ്, കേവൽ വെറും എന്താ ചെയ്യുക, ജറാസ ഹസ് ദേഗി, ഒന്ന് ചിരിക്കും എന്നാണ് പറയുന്നത്. पर वह कैसी हंसी होगी, कल्पना मात्र से झाऊलाल में मरोड़ पैदा हो जाती थी. അപ്പോൾ पर वह कैसी हंसी, വെറും ചിരിക്കത്തേ ഉള്ളൂ അവൾ, പക്ഷെ എങ്ങനെയായിരിക്കും ചിരിക്കുക, അതായത് കളിയാക്കി ചിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജാവുലാലിൻ്റെ മനസ്സിൽ എന്താണ് ഒരു സങ്കോചം, അതായത് ഒരു തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ്. അതായത് മെറോഡ് പേദാ ഹോ ജാത്തി, അത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കൽപ്പന മാത്രസെ, ആലോചിക്കുമ്പോൾ തന്നെ എന്താണ്, ജാവുലാൽ മേ മറോഡ് പേദാ ഹോ ജാത്തി ഹെ, ഒരു സങ്കോചം തോന്നുകയാണ് ജാവുലാലിന്. കാരണം കളിയാക്കി ചിരിക്കുമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എന്തോ തോന്നുകയാണ്. आज शाम को पंडित बिलवासी मिश्र को आना था, यदि न आए तो, या कहीं रुपये का प्रबंध वे न कर सके. അപ്പോൾ ആജ് ഷാം, ഇന്ന് പണ്ഡിറ്റ് ബിൽവാസി മിശ്ര, ബിൽവാസി വരേണ്ടതാണ്. അതായത് പണ്ഡിറ്റ് ബിൽവാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ കൊണ്ടുവന്ന് കൊടുക്കാം കാശ്. അപ്പോൾ യദി ന ആയത്തോ, വന്നിട്ടില്ലെങ്കിലോ, ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ജാവുലാൽ. പണ്ഡിത്ത് വന്നില്ലെങ്കിലോ, യാ കഹി റുപ്യക്ക പ്രബന്ധ വേ ന കർ സക്കെ, ഇപ്പോൾ വന്നിട്ടില്ലെങ്കിലോ എന്ന് ആലോചിച്ചിട്ട് പറയണം, കാശിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ ടെൻഷനിലായി ജാവുലാൽ. इसी उधेड़-बुन में पड़े लाला झाऊलाल छत पर टहल रहे थे. कुछ प्यास मालूम हुई. उन्होंने नौकर को आवाज़ दी. नौकर नहीं था, खुद उनकी पत्नी पानी लेकर आई. അപ്പോൾ ഇസി ഉധേഡ്ബുൻ എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്, കൺഫ്യൂഷൻ. അപ്പോൾ കൺഫ്യൂഷനിലായിരുന്നു ലാല ജാവുലാൽ. വേ ഛത് പർ ടഹൽ രഹത്തെ,
ഛത്ത് ടെറസിൽ ഇങ്ങനെ വെറുതെ നടക്കുകയായിരുന്നു, ഉലാത്തുകയായിരുന്നു. ടെഹൽന ഉലാത്തുക. അപ്പോൾ കുച്ച് പ്യാസ് മാലൂം ഹുയി. ആ സമയത്ത് ഇങ്ങനെ ദാഹം തോന്നി. അപ്പോൾ ഉन्होंने नौकर को आवाज़ दी. नौकर ജോലിക്കാരന് വിളിച്ചു. നോക്കർ നഹി ഥാ, ഖുദ് ഉൻകി പത്നി പാനി ലേക്കർ ആയി. അദ്ദേഹത്തിൻ്റെ, അതായത് അവിടെ ജോലിക്കാരനില്ലായിരുന്നു, അപ്പോൾ ഭാര്യ തന്നെ വെള്ളം കൊണ്ടുവന്നു. वो पानी तो ज़रूर लाई पर गिलास लाना भूल गई थी. केवल लोटे में पानी लिए वह प्रकट हुई. फिर लोटा भी संयोग से वह जो अपनी बेढंगी सूरत के कारण लाला झाऊ लाल को सदा से नापसंद था तो नया, 1-2 साल का ही बना, पर कुछ ऐसी गढ़न उस लोटे की थी कि उसका बाप डमरू माँ चिलम रही हो. അപ്പോൾ വ പാനി തോ ജറൂർ ലായി. ഭാര്യ വെള്ളം കൊണ്ടുവന്നു, പക്ഷെ ഗ്ലാസ് കൊണ്ടുവന്നില്ല. ഗ്ലാസ് ലാന ഭൂൽ ഗൈ തീ, ഗിലാസ് ലാന ഭൂൽ ഗൈ. അപ്പോൾ ഗ്ലാസ് കൊണ്ടുവരാൻ മറന്നു. വെള്ളം കൊണ്ടുവന്നു, പക്ഷേ ഏതിലാണ് വെള്ളം കൊണ്ടുവന്നത്? കേവൽ ലോട്ടേ മേ പാനി ലിയേ വ പ്രകട്ട് ഹുയി. ലോട്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം നിറച്ച് വെക്കുന്ന ഒരു ചെറിയൊരു പാത്രം. അപ്പോൾ ലോട്ടേ മേ പാനി ലിയേ വ പ്രകട്ട് ഹുയി. അവിടെ ലോട്ടയുമായിട്ടാണ് ഭാര്യ വന്നത്, ലോട്ടയിലാണ് വെള്ളം കൊണ്ടുവന്നത്. फिर लोटा भी संयोग से वह जो अपनी भेड़ंगी सूरत के कारण लाला झाऊलाल को सदा से नापसंद था. അപ്പോൾ ലോട്ടയാണെങ്കിലോ കോയിൻസിഡൻ്റ്ലി അത് ഇഷ്ടമല്ലാത്ത ലോട്ടയിലായിരുന്നു ഭാര്യ വെള്ളം കൊണ്ടുവന്നത്. അപ്നി ഭേഡംഗി സൂരത് കെ കാരൺ ലാല ജാവ്ലാൽ കോ സദാ സെ നാപസന്ത് താ വ ലോട്ട. അതായത് ഭേഡംഗി സൂരത്ത്, അതിൻ്റെ ഒരു ഷേപ്പ് ഇല്ലാത്ത ടൈപ്പ് ലോട്ടയായിരുന്നു അത്. അതേ കാരണം കൊണ്ട് ജാവുലാലിന് എപ്പോഴും അത് ഇഷ്ടമില്ലാത്ത ഒരു ലോട്ടയായിരുന്നു. അതിലായിരുന്നു ഭാര്യ വെള്ളം കൊണ്ടുവന്നിരിക്കുന്നത്. ധാത്തോ നയ, 1-2 സാൽ കാ ഹി ബന. അപ്പോൾ പുതിയതായിരുന്നു ആ ലോട്ട, ഏകദേശം ഒരു 2 വർഷമേ ആയിട്ടുള്ളൂ അത്. पर कुछ ऐसी गड़न उस लोटे की थी कि उसका बाप डमरू माँ चिलम रही हो. പക്ഷെ അതിൻ്റെ ആ ഷേപ്പ് കാണുമ്പോൾ ജാവുലാലിന് എപ്പോഴും തോന്നും അതിൻ്റെ അച്ഛൻ ഡംറുവും അമ്മ ചിലമുമാണ്. അതായത് അച്ഛൻ എല്ലാ 2 ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഡംറു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊട്ടുന്ന ടകടുകടുകുന്ന് കൊട്ടുന്ന ഒരു സാധനം. അപ്പോൾ ചിലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റത്തിങ്ങനെ അതിൻ്റെ അറ്റത്തിൻ്റെ ആ ഫേസ് എങ്ങനെയായിരിക്കും, മുകളിലത്തെ ആ എങ്ങനെയായിരിക്കും, അതുപോലത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ചിലം. ഓക്കെ, ഇങ്ങനെ വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ ചിലം എന്ന പോലെ തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുന്ന ഒരു ലോട്ടയിലാണ് ഭാര്യ വെള്ളം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ജാവുലാലിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലാലാ ने लोटा ले लिया, बोले कुछ नहीं. अपनी पत्नी का अदब मानते थे, मानना ही चाहिए. इसी को सभ्यता कहते हैं. जो पति अपनी पत्नी का न हुआ वह पति कैसा. फिर उन्होंने यह भी सोचा कि लोटे में पानी दे तब भी गनीमत है. अभी अगर चूं कर देता हूँ तो बाल्टी में भोजन मिलेगा, तब क्या करना बाकी रह जाएगा. लाला ने लोटा ले लिया, बोले कुछ नहीं. अपनी पत्नी का अदब मानते थे. അപ്പോൾ ലാല മിണ്ടാതെ ആ ലോട്ട മേടിച്ചു. എന്നിട്ട് ബോലെ കുച്ച് നീ ഒന്നും മിണ്ടിയില്ല. അപ്നി പത്നിക്ക അദബ് മാൻതേ. അദബ് മാന എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ഭാര്യയ്ക്ക്. അപ്പോൾ മാനാഹി ചായേ, തീർച്ചയായും റെസ്പെക്റ്റ് കൊടുക്കണം. ഇസിക്കോ സഭ്യത കേത്തെ, അത് തന്നെയാണ് സംസ്കൃതി എന്ന് പറയുന്നതും സംസ്കാരം എന്ന് പറയുന്നതും. ജോ പതി അപ്നി പത്നി കാ ന ഹുവാ വ പതി കേസാ. അപ്പോൾ ഏതൊരു ഭർത്താവും ഭാര്യയുടെ കാര്യങ്ങൾ കേൾക്കണം. അങ്ങനെ അല്ലാത്ത ഭർത്താവാണോ? फिर उन्होंने यह भी सोचा कि लोटे में पानी दे तब भी गनीमत है. अभी अगर चूं कर देता हूँ तो बाल्टी में भोजन मिलेगा. फिर उन्होंने यह भी सोचा, പിന്നെ അദ്ദേഹം ഇങ്ങനെയും ആലോചിച്ചു, ലോട്ടേ മേ പാനി ദേ, ലോട്ടയിൽ വെള്ളം കിട്ടി, തബ്ബി ഗനിമത്ത്, അതും ഒരു വലിയ കാര്യമാണ്, ലക്കാണെന്ന് പറ, വെള്ളം കിട്ടിയല്ലോ. അഭി അഗർ ചൂ കർ ദേത്താ ഹൂം തോ ബാൾട്ടി മേ ഭോജൻ മിലേഗ. ഞാൻ എങ്ങാനും ഇങ്ങനെ വേണ്ടാന്നെങ്ങാനും പറഞ്ഞു എന്ന് വെച്ചോ, ചൂ കർ ദേത്താ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാൾട്ടി എന്ന് പറഞ്ഞാൽ ബക്കറ്റിൽ വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. ബാൾട്ടി മേ ഭോജൻ മിലേഗ, ബക്കറ്റിലായിരിക്കും ഇനി എനിക്ക് കഴിക്കേണ്ടതായി വരിക. തബ് ക്യാ കർന ബാക്കി രഹ ജായക, പിന്നെ എന്താ ഉള്ള ബാക്കി എന്നിങ്ങനെ ആലോചിക്കുകയാണ് ലാല ജാവുലാൽ. लाला अपना गुस्सा पी कर पानी पीने लगे. उस समय वे छत की मुंडेर के पास ही खड़े थे. जिन बुजुर्गों ने पानी पीने के संबंध में यह नियम बनाए थे कि खड़े खड़े पानी न पियो, सोते समय पानी न पियो, दौड़ने के बाद पानी न पियो, उन्होंने पता नहीं कभी यह भी नियम बनाया या
नहीं कि छत की मुंडेर के पास खड़े होकर पानी न पियो। जान पड़ता है कि इस महत्वपूर्ण विषय पर उन लोगों ने कुछ नहीं कहा है। അപ്പോൾ ലാല अपना गुस्सा पीकर पानी पीने लगा. അപ്പോൾ ലാല എല്ലാ ദേഷ്യവും എല്ലാം ഇങ്ങനെ വിഴുങ്ങിന്ന് അല്ലേ, ഗുസ്സ പീക്കർ പാനി പീനെ ലഗ, എല്ലാം വിഴുങ്ങി വെള്ളം കുടിക്കാൻ തുടങ്ങി, അതായത് ദേഷ്യമൊക്കെ വിട്ടു. ഉസ് സമയം വെ ഛത് കി മുണ്ടേരെ കെ പാസ് ഹി ഖടേ थे. അപ്പോൾ ടെറസിൻ്റെ ആ ചെറിയ എന്താണ് മതിലുണ്ടാവത്തില്ല, അതിനെയാണ് മുണ്ടേരെന്ന് പറയും. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ജിൻ ബുസുർഗോനെ, ബുസുർഗോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൽഡർ പീപ്പിൾ. അപ്പോൾ ജിൻ ബുസുർഗോനെ പാനി പീനെ കെ സംബന്ധ മേ യഹ് നിയം ബനായേ थे कि खड़े खड़े പാനി ന പിയോ. അപ്പോൾ ഞങ്ങളുടെ എൽഡേഴ്സ് പറയാറുണ്ട്, അപ്പോൾ ഞങ്ങളുടെ മൂത്ത ആൾക്കാർ പറയാറുണ്ട്, നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്, പിന്നെ ഉറങ്ങിക്കൊണ്ട് വെള്ളം കുടിക്കരുത്, ഓടുമ്പോൾ വെള്ളം കുടിക്കരുത്. പിന്നെ ഉन्होंने पता नहीं कब यह भी नियम बनाया या नहीं कि छत की मुंडेर के पास खड़े होकर पानी न पियो. അപ്പോൾ വെറുതെ ഇങ്ങനെ പറയുകയാണ് ജാവുല, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇനി എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ ആവോ. जान पड़ता है कि इस महत्वपूर्ण विषय पर उन लोगों ने कुछ नहीं कहा है. തോന്നുന്നു അവർ ഈ ഇത്ര മഹത്വപൂർണ്ണമായിട്ടുള്ള കാര്യം, അതായത് മുണ്ടേരിൻ്റെ അടുത്ത് നിന്നിട്ട് വെള്ളം കുടിക്കരുത് എന്ന കാര്യം അവർ കൂടുതൽ ആലോചിച്ചിട്ടുണ്ടായി കാണില്ല, അതുകൊണ്ട് ആ വിഷയം ഞാൻ കേട്ടിട്ടില്ല, അവർ പറഞ്ഞിട്ടുണ്ടോ ആവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ജാവുലാൽ. लाला झाऊलाल मुश्किल से 2-1 घूंट पी पाए होंगे कि न जाने कैसे उनका हाथ हिल उठा और लोटा छूट गया. അപ്പോൾ ലാല ജാവുലാൽ മുഷ്കിൽ സെ, ലാല ജാവുലാൽ ഒന്ന് കഷ്ടിച്ചൊന്ന് രണ്ട് തുള്ളി വെള്ളം കുടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. 2-1 घूंट പി പായേ ഹോങ്കി, കുറച്ചേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ന ജാനെ കേസെ, എങ്ങനെയാണെന്നറിയില്ല, കയ്യിൽ നിന്നും കൈ ഇങ്ങനെ വിറച്ചു, അതായത് ഹാത്ത് ഹിലൂട്ട ഓർ ലോട്ട छूट गया. അപ്പോൾ കൈ ഇങ്ങനെ വിറയ്ക്കുകയും ചെയ്തു, ലോട്ട താഴോട്ട് വീഴുകയും ചെയ്തു, ലോട്ട കയ്യിൽ നിന്നും തെന്നി മാറി. लोटे ने दाएं देखा न बाएं, वह नीचे गली की ओर चल पड़ा. अपने वेग में उल्का को लजाता हुआ वह आंखों से ओझल हो गया. किसी ज़माने में न्यूटन नाम के किसी खुराफाती ने पृथ्वी की आकर्षण शक्ति नाम की एक चीज़ ईजाद की थी. कहना न होगा कि यह सारी शक्ति इस समय लोटे के पक्ष में थी. അപ്പോൾ ലോട്ടേനെ ദായേ ദേഖാന ബായ്, ലോട്ട ഒന്നും നോക്കിയില്ല, ഇടതും വലുതും ഒന്നും നോക്കാതെ വീണു. വനീച്ചെ ഗലിക്ക് ഓർച്ചൽപ്പെട, ആ ഇടവഴിയിലൂടെ ഇങ്ങോട്ട് ഉരുണ്ടുരുണ്ട് പോകാൻ തുടങ്ങി. അപ്നെ വേഗ് മേ ഉൽക്കോ ലജാത്ത ഹുവാ വ ആँखों से ओझल हो गया. അപ്പോൾ അപ്നെ വേഗ് മേ, ആ സ്പീഡ് എങ്ങനെയുള്ള സ്പീഡുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, ഉൽക്ക ജെസെ അല്ലെ, ഉൽക്കയെ തോൽപ്പിക്കുന്ന ടൈപ്പ്, ഉൽക്കയെ നാണം കെടുത്തുന്ന ടൈപ്പ്, അത്രയ്ക്ക് സ്പീഡിൽ ആ ലോട്ട ഉരുണ്ടുരുണ്ട് പോയി. അതും ആँखों से ओझल हो गया, കാണാതായി. ആँखों से ओझल होना എന്ന് പറഞ്ഞാൽ കാണാതാവുക, ഉരുണ്ടുരുണ്ട് ആ ഇടവഴിയിലൂടെ പോയി കാണാതായി. കിസി ജമാനെ മേ ന്യൂട്ടൺ നാം കെ കിസി ഖുറാഫാത്തി, അതായത് ഏതോ ഒരു കാലത്ത് ന്യൂട്ടൺ എന്ന പേരിലെ ഒരു ഖുറാഫാത്തി, അതായത് നോട്ടി ആയിട്ടുള്ള ആള് എന്തോ പൃഥ്വിക്ക് ആകർഷൺ ശക്തി നാം കി എക് ചീസ് ഇജാദ് കീത്തി. അപ്പോൾ പൃഥ്വി, ഭൂമിയുടെ ആകർഷണ ശക്തി, അതായത് ഗുരുത്വാകർഷണ ശക്തി എന്ന് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇജാദ് കർണ എന്ന് പറഞ്ഞ് ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഹന ന ഹോഗ കി സാരി ശക്തി ഈ സമയം ലോട്ടേക്ക് പക്ഷമെത്തി. അപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഈ ഗുരുത്വാകർഷണ ശക്തി എന്ന് പറയുന്നത് അത് മുഴുവനും ലോട്ടയുടെ പക്ഷത്താണെന്ന് പോലെയാണ് തോന്നുന്നത്, ആ ലോട്ടയുടെ ആ മൂവ്മെൻറ്റ് കാണുമ്പോൾ എന്നാണ് പറയുന്നത്. लाला को काटो तो बदन में खून नहीं. ऐसी चलती हुई गली में ऊंचे तिमंजिले से भरे हुए लोटे का गिरना हंसी खेल नहीं. यह लोटा न जाने किस अनाधिकारी के झोंपड़े पर काशीवास का संदेश लेकर पहुंचेगा. അപ്പോൾ ലാലാക്കോ കാട്ടോ തോ ബദൻ മേ ഖൂൻ നെയ്, അതിൻ്റെ അർത്ഥം എന്താണ്, അദ്ദേഹം വിളറിപ്പോയി. അപ്പോൾ ऐसी चलती हुई गली में ऊंचे तिमंजिले से भरे हुए लोटे का गिरना हंसी खेल नहीं. അപ്പോൾ ऐसी चलती हुई गली में, അതായത് ഈ ഉരുണ്ട് പോവുകയാണ് ഈ ലോട്ട, ഈ മൊന്ത. അപ്പോൾ അതും അതെങ്ങനെയാണ് വീണത്, ഊഞ്ചെ തിമൻസിലിസെ, അതായത് മൂന്നാമത്തെ നിലയിൽ നിന്നും അതും നിറഞ്ഞ ആ മൊന്ത
താഴോട്ട് വീഴുക അത് എന്ന് പറയുന്നത് അതത്ര ചെറിയ കാര്യമല്ല, വെറും കളിയായിട്ട് എടുക്കരുത് അത്. യഹ് ലോട്ട ന ജാനെ കിസ് അനാധികാരി കെ झोंपड़े पर കാശിവാസ് का संदेश लेकर पहुंचेगा. യഹ് ലോട്ട ഈ മൊന്ത ഏത് അനാധികാരി, അതായത് ഈ ലോട്ടയുടെ അധികാരമില്ലാത്ത ഏതോ ഒരാളുടെ ഏതാളുടെ കുടിലിൻ്റെ മുമ്പിലാണ് ആവോ ഈ മൊന്ത പോയി കിടക്കാൻ പോകുന്നത്. അതും കാശിവാസ് ക സന്ദേശ് ലേക്കർ പਹੁഞ്ചേക. കാശിയിൽ താമസിക്കുന്നു എന്ന്, കാശിയിൽ പോകുന്നു എന്നൊക്കെ പറയാറില്ല. അപ്പോൾ കാശിയിൽ താമസിക്കുന്നു എന്ന രീതിയിൽ ആ ഒരു സന്ദേശവുമായിട്ട് ആരുടെ കുടിലിൻ്റെ മുമ്പിലാണ് ആവോ ഈ മൊന്ത പോയി കിടക്കാൻ പോകുന്നത്. കുച്ച് ഹുവാ ബി ऐसा ही गली में जोर का हल्ला उठा. लाला झाऊलाल जब तक दौड़कर नीचे उतरे तब तक एक भारी भीड़ उनके आंगन में घुस आई. അപ്പോൾ കുച്ച് ഹുവാ ബി ऐसा ही അങ്ങനെ തന്നെ സംഭവിച്ചു. ഗലിമേ ജോർ ക ഹല്ല ഉഠ, ആ ഇടവഴിയിൽ എന്താണ് വലിയൊരു ബഹളം തന്നെ ഉണ്ടായി. ഹല്ല ഉഠ എന്ന് പറഞ്ഞാൽ നല്ല ബഹളം കേൾക്കാനായി. ലാലാ झाऊलाल जब तक दौड़कर नीचे उतरे तब तक एक भारी भीड़ उनके आंगन में घुस आई. झाऊलाल ഓടി അവിടെ താഴെ എത്തുമ്പോഴേക്കും അവിടെ നിറഞ്ഞു ആളുകൾ, അതായത് ഭാരി ഭീഡ്, ആളുകളുടെ ഒരു കൂട്ടം തന്നെ അദ്ദേഹത്തിൻ്റെ ആ മുറ്റത്ത്, ആംഗൻമേ ഘുസായി, ആ മുറ്റത്ത് ഇങ്ങോട്ട് ഉന്തി തള്ളി കയറി വരികയാണ്. ഇങ്ങനെ ആളുകൾ കൂട്ടത്തോടെ വരികയാണ്. लाला झाऊलाल ने देखा कि इस भीड़ में प्रधान पात्र एक अंग्रेज है जो नखशिख से भीगा हुआ है और जो अपने एक पैर को हाथ से सहलाता हुआ दूसरे पैर पर नाच रहा है. उसी के पास अपराधी लोटे को भी देखकर लाला झाऊलाल जी ने फौरन 2 और 2 जोड़कर स्थिति को समझ लिया. लाला झाऊलाल ने देखा कि इस भीड़ में प्रधान पात्र एक अंग्रेज है जो नखशिख से भीगा हुआ है और जो अपने एक पैर को हाथ से सहलाता हुआ दूसरे पैर पर नाच रहा है. അപ്പോൾ ജാവുലാൽ എന്താ കണ്ടത്? देखा कि इस भीड़ में, ആ തിരക്കിൻ്റെ ഇടയിൽ ഒരു കഥാപാത്രം, അതായത് ഒരു ക്യാരക്ടർ അവിടെ എടുത്ത് കാണുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. അത് അംഗ്രേസ് ഹെ ജോ നഖ്ഷിഖ് സെ ഭീഗാ ഹുവാ ഹെ. നഖ്ഷിഖ് അതായത് നഖം മുതൽ മുടി വരെ, തല വരെ ഇങ്ങനെ നനഞ്ഞിരിക്കുകയായിരുന്നു. ഭീഗാ ഹുവാ ഹെ. और जो अपने एक पैर को हाथ से सहलाता हो, ഒരു കാല് കൈ കൊണ്ട് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. സെഹലാത്ത ഹുവ ദൂസരേ പേർ പർ നാച്ച് റഹ, മറ്റേ കാലിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അതായത് ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടാവും, ആ ഒരു വേദനയിൽ ഇങ്ങനെ ഞങ്ങൾ ചെയ്യത്തില്ല, ഒരു കാലിൽ ഇങ്ങനെ ജമ്പ് ചെയ്യത്തില്ലേ. അപ്പോൾ ഉസി കെ പാസ് അപരാധി ലോटे को भी देखकर लाला झाऊलाल जी ने फौरन 2 और 2 जोड़कर स्थिति को समझ लिया. അപ്പോൾ ഉസി കെ പാസ് അപരാധി ലോटे को भी देखकर, അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യിൽ അടുത്ത ഒരു ലോട്ട, അതായത് അത് അദ്ദേഹത്തിൻ്റെ ജാവുലാലിൻ്റെ ലോട്ടയായിരുന്നു. അത് ആ ലോട്ടയാണ് അപരാധിയായിട്ട് ജാവുലാൽ ഇവിടെ പറയുന്നത്. അതായത് തെറ്റുകാരൻ അല്ല, ലോട്ടയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കോബി ദേഖ് കർ ലാലാ ജാവുലാൽ ജീനെ ഫോറൻ, ഉടനെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു. 2 और 2 ജോഡ്കർ എന്ന് പറഞ്ഞാൽ ഉടനെ കാൽക്കുലേറ്റ് ചെയ്തു. ഈ ലോട്ട തന്നെ കാരണം, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലോട്ടയാണ് റീസൺ. സ്ഥിതിക്കോ സമജില്ല, എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു ജാവുലാൽ. गिरने के पूर्व लोटा एक दुकान के साइबान से टकराया. वहाँ टकराकर उस दुकान पर खड़े उस अंग्रेज़ को उसने संगोपांग स्नान कराया और फिर उसी के बूट पर आ गिरा. അപ്പോൾ गिरने के पूर्व ആ ലോട്ട, അതായത് വീഴുന്നതിന് ജസ്റ്റ് മുമ്പ്, എന്താണ് വീഴുന്നതിന് മുമ്പെന്ന് പറയാൻ കാരണം ആ ഗലിയിൽ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നതിന് മുമ്പ് അത് വീണത് എവിടെയാണ്? എക് ദുക്കാൻ കെ സായിബാൻ സെ ടക്രായ. അത് സായിബാൻ എന്ന് പറഞ്ഞാൽ കടയുടെ മുമ്പിലോട്ട്, അതായത് ഇതിൻ്റെ ഈ ജാവുലാൽ താമസിക്കുന്ന വീടിൻ്റെ താഴെ കടകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടകളുടെ മുമ്പിലത്തെ ഒരു പോർഷനാണ് സായിബാൻ എന്ന് പറയുന്നത്. കുറച്ച് മുന്നോട്ട് നീക്കിയിട്ട് ഒരു പോർഷൻ ഉണ്ടാകത്തില്ല, അതിനെയാണ് സായിബാൻ. അപ്പോൾ സായിബാൻ സെ ടക്രായ, ആ മൊന്ത പോയിട്ട് വീണത് ആ സായിബാനിൽ കൊണ്ടു. എന്നിട്ട് സായിബാനിൽ നിന്നും അത് ആ വെള്ളം അതിൽ ടക്രാക്കർ ഉസ് ദുക്കാൻ പർ ഖടെ ഉസ് അംഗ്രേസ് കോ ഉസ്നെ സംഗോപാങ് സ്നാൻ കറായ. അതിൻ്റെ ഉള്ളിലെ വെള്ളം പോയിട്ട് വീണത് ആരുടെ മേത്ത? അംഗ്രേസ്, അതായത് ബ്രിട്ടീഷുകാരൻ ആ കടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് ആ വെള്ളം മുഴുവനും വീണു. അദ്ദേഹം ഉസ്നെ സംഗോപാങ് സ്നാൻ കറായ എന്ന് പറയുന്നത്, സംഗോപാങ് എന്ന് പറഞ്ഞാൽ ഓരോ അംഗവും
നനഞ്ഞു, അതായത് മുഴുവനുമായിട്ടും അദ്ദേഹത്തെ കുളിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ വെള്ളം മുഴുവനും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വീണു. ഓർ ഫിർ ഉസി കെ ബൂട്ട് പർ ആകിറ, എന്നിട്ട് ആ മൊന്ത പോയി വീണതോ അദ്ദേഹത്തിൻ്റെ തന്നെ കാലിലും, ആ ബ്രിട്ടീഷുകാരൻ്റെ കാലിലാണ് ആ മൊന്ത വന്ന് വീണത്. उस अंग्रेज़ को जब मालूम हुआ कि लाला झाऊलाल ही उस लोटे के मालिक हैं, तब उसने केवल एक काम किया, अपने मुंह को खोलकर खुला छोड़ दिया. लाला झाऊलाल को आज ही यह मालूम हुआ कि अंग्रेज़ी भाषा में गालियों का ऐसा प्रकांड कोश है. उस अंग्रेज़ को जब मालूम हुआ कि लाला झाऊलाल ही उस ലോട്ടെ കാ മാലിക് ഹേ, അപ്പോൾ അംഗ്രേസിന് ബ്രിട്ടീഷുകാരന് മനസ്സിലായി ഈ ലോട്ടയുടെ ഉടമസ്ഥൻ ലാലാ ജാവുലാലാണെന്ന്. അപ്പം അത് മനസ്സിലായപ്പോഴേക്കും തബ് ഉസ്നെ കേവൽ ഏക് കാം കിയ, അത് മനസ്സിലായതും അദ്ദേഹം ഒരു കാര്യമേ ചെയ്തുള്ളൂ. എന്താ ചെയ്തത്? അപ്നെ മൂക്കോ ഖോൽ കർ ഖുലാ ചോട് ദിയ, ആ വാ തുറന്നതും അതുപോലെ വെച്ചു. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? പറയാൻ തുടങ്ങിയതും അത് നിർത്തിയില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ പറഞ്ഞത്? തെറികൾ, ഗാലിയാം. അപ്പോൾ ലാലാ झाऊलाल को आज ही यह मालूम हुआ कि अंग्रेज़ी भाषा में गालियों का ऐसा प्रकांड कोश है. ഗാലിയ എന്ന് പറഞ്ഞാൽ തെറികൾ, പ്രകാണ്ഡ് കോശ് എന്ന് പറഞ്ഞാൽ പ്രകാണ്ഡ് വിശാലമായിട്ടുള്ള ഭണ്ഡാരം. അപ്പോൾ ജാവുലാലിന് ഇപ്പോഴാണ് മനസ്സിലായത് ഇംഗ്ലീഷ് ഭാഷയിൽ ഇത്രയധികം തെറികളുടെ വിശാലമായിട്ടുള്ളൊരു ഭണ്ഡാരം തന്നെ ഉണ്ട് എന്ന് മനസ്സിലായത്. इसी समय पंडित बिलवासी मिश्र भीड़ को चीरते हुए आंगन में आते दिखाई पड़े. उन्होंने आते ही पहला काम यह किया कि उस अंग्रेज़ को छोड़कर और जितने आदमी आंगन में घुस आए थे सबको बाहर निकाल दिया. फिर आंगन में कुर्सी रखकर उन्होंने साहब से कहा, आपके पैर में शायद कुछ चोट आ गई, अब आप आराम से कुर्सी पर बैठ जाइए. അപ്പോൾ അതേ സമയത്ത് അവിടെ ബിൽവാസി, പണ്ഡിറ്റ് ബിൽവാസി മിശ്ര ഓടി വരികയാണ്. ഭീഡ്കോ ചീർത്തേ ഹുവേ, അതും ആ തിരക്കിനെ ഇങ്ങനെ മുറിച്ചുകൊണ്ട് ആളുകളെയൊക്കെ മാറ്റിയിട്ട് ആംഗൻമേ ആത്തേ ദിഖായി പടേ, ആ മുറ്റത്ത് ഓടി വരുന്നതായിട്ട് കാണപ്പെട്ടു. ഉन्होंने आते ही पहला काम यह किया कि उस अंग्रेज़ को छोड़कर, ആദ്യം എന്താണ് ബിൽവാസി ചെയ്തത്? വന്നപ്പാടെ ആ ബ്രിട്ടീഷുകാരൻ ഒഴിച്ച്, छोड़कर और जितने आदमी आंगन में घुस आए थे, അദ്ദേഹത്തെ മാത്രം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ ആളുകളെയും എന്താ ചെയ്തത്? ആരൊക്കെ അതിൻ്റെ ഉള്ളിലോട്ടും മുറ്റത്തോട്ട് കുത്തി കയറി വന്നോ അവരെയൊക്കെ സബ്കോ ബാഹർ നിക്കാൽ, അവരൊക്കെ വേഗം പുറത്താക്കി. ഫിർ ആംഗൻ മേ കുർസി റക്കർ ഉन्होंने साहब से कहा, പിന്നെ ഒരു ചെയർ വെച്ച് തന്നിട്ട് സാറിൻ്റെ അടുത്ത്, സാർ എന്ന് പറഞ്ഞാൽ ആ ബ്രിട്ടീഷുകാരനോടായിട്ട് പറഞ്ഞു, ആപ്കെ പേർ മേ ഷായദ് കുച്ച് ചോട്ട് ആ ഗയി ഹൈ, അബ് ആപ് ആരാം സെ കുർസി പർ ബാറ്റ് ജായിയെ, നിങ്ങളുടെ കാലിൽ എന്തോ മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു, താങ്കൾ ഇപ്പോൾ ഈ ചെയറിലിരുന്നിട്ട് റെസ്റ്റ് എടുത്തോളൂ. ആരാം സെ കുർസി പർ ബാറ്റ് ജായി, ചെയറിൽ സമാധാനത്തോടെ ഇരുന്നോളൂ. അപ്പോൾ സാഹബ് ബിൽവാസി ജി കോ ധന്യവാദ് ദേത്തെ ഹുए बैठ गए और लाला झाऊलाल की ओर इशारा करके बोले, आप इस शख्स को जानते हैं? അപ്പോൾ സാഹബ് ബിൽവാസി ജിക്കോ ധന്യവാദ് ദേത്തെ ഹോ, താങ്ക്സ് പറഞ്ഞു, ചെയർ കൊണ്ടുവന്ന് വെച്ചതിന് ബിൽവാസിയോട് താങ്ക്സ് പറഞ്ഞിട്ട് ഇരുന്നു. और लाला झाऊलाल की ओर इशारा करके बोले, ലാലാ ജാവുലാലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആപ്പ് ഇസ് ഷഖ്സ് കോ ജാൻതേ, ഷഖ്സ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ താങ്കൾ അറിയുമോ, ഈ പേഴ്സണെ നിങ്ങൾ അറിയുമോ എന്ന് ചോദിച്ചു. बिल्कुल नहीं, और मैं ऐसे आदमी को जानना भी नहीं चाहता जो निरीह राह चलतों पर लोटे के वार करे. बिल्कुल नहीं, ഒട്ടുമില്ല, എനിക്ക് ഇയാളെ അറിയില്ല. ഓർ മേ ऐसे आदमी को जानना भी नहीं चाहता, എനിക്ക് അറിയണമെന്നുമില്ല ഇങ്ങനെയുള്ള ആളുകളെ. ജോ നിരീഹ് രാ ചലത്തോ പർ ലോട്ടെ കെ വാർ കരെ, വെറുതെ നടന്നു പോകുന്ന വഴിയാത്രക്കാരനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ, ഈ മൊന്ത കൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഇങ്ങനത്തെ ആളുകളെ പറ്റി എനിക്ക് അറിയണമെന്നേ ഇല്ല. അപ്പോൾ ഇത് പറയുന്നതാരാ? പണ്ഡിറ്റ് ബിൽവാസി മിശ്ര. മേരി സമജ് മേ ഹീ ഈസ് എ ഡേഞ്ചറസ് ലുനാറ്റിക്, ബ്രിട്ടീഷുകാരൻ പറയുകയാണ്, യാനി യ ഖത്തർനാക് പാഗൽ ഹൈ, ഇവൻ നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള വട്ടനാണെന്ന് തോന്നുന്നു. നഹി മേരി സമജ് മേ ഹീ ഈസ് എ ഡേഞ്ചറസ് ക്രിമിനൽ, അല്ല അതുമല്ല,
നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള എന്താണ് മുജ്രിം, അതായത് ക്രിമിനൽ ആണെന്ന് തോന്നുന്നു ഇയാൾ എന്ന് പറയുകയാണ്. परमात्मा ने लाला झाऊलाल की आंखों को इस समय नहीं देख कहीं देखने के साथ खाने की भी शक्ति दे दी होती तो यह निश्चय है कि अब तक बिलवासी जी को वे अपनी आंखों से खा चुके होते. वे कुछ समझ नहीं पाते थे कि बिलवासी जी को इस समय क्या हो गया है. അപ്പോൾ ജാവുലാലിന് മനസ്സിലാവുന്നില്ലായിരുന്നു എന്ത് പറ്റി ഈ ബിൽവാസിക്ക് എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, परमात्मा ने लाला झाऊलाल की आंखों को इस समय कहीं देखने के साथ खाने की भी शक्ति दे दी होती तो यह निश्चय है कि अब तक बिलवासी जी को वे अपनी आंखों से खा चुके होते. അത്രയ്ക്ക് ദേഷ്യമാണ് എന്നാണ് പറയുന്നത്. അതായത് ദൈവമെങ്ങാനും ലാലാ ജാവുലാലിന് കണ്ണുകൾക്ക് കാണാനുള്ള ശക്തി മാത്രമല്ല കഴിക്കാനുള്ള ശക്തിയും ദൈവം നൽകിയിരുന്നെങ്കിലോ തീർച്ചയാണ് ഇതുവരെ ഈ സമയം കൊണ്ട് ലാല തീർച്ചയായിട്ടും ബിൽവാസിയെ കഴിക്കുമായിരുന്നു, അതും കണ്ണുകൾ കൊണ്ട്. അതായത് കണ്ണുകൊണ്ട് കഴിക്കുമെന്നതിൻ്റെ അർത്ഥം എന്താണ്? അത്രയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നു ആ കണ്ണുകളിൽ എന്നാണ്. वे कुछ समझ नहीं पाते थे कि बिलवासी जी को इस समय क्या हो गया है. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്ത് പറ്റി ബിൽവാസിക്ക് എന്നായിരുന്നു അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നത്. साहब ने बिलवासी जी से पूछा तो क्या करना चाहिए. അപ്പോൾ സാഹബ് ബിൽവാസിയോട് ചോദിച്ചു, ഇനി എന്താ ചെയ്യേണ്ടത്? पुलिस में इस मामले की रिपोर्ट कर दीजिए जिससे यह आदमी फ़ौरन हिरासत में ले लिया जाए. അപ്പോൾ ഇത് ബിൽവാസിയാണ് പറയുന്നത്. പണ്ഡിറ്റ് ബിൽവാസി പറയുകയാണ്, पुलिस में इस मामले की रिपोर्ट कर दीजिए, पुलिസിൽ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തോളൂ. जिससे यह आदमी फ़ौरन हिरासत में ले लिया जाए. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തോളൂ. पुलिस स्टेशन है कहाँ. ബ്രിട്ടീഷുകാരൻ പറയുകയാണ്, പോലീസ് സ്റ്റേഷൻ എവിടെയാ? പാസ് ഹി ഹേ, ചലിയേ മേ ബതാओ. ഇവിടെ അടുത്താണ്, ഞാൻ പറയാം എവിടെയാന്ന്. അപ്പോൾ ചലിയേ, പോവാം. अभी चला, आपकी इजाज़त हो तो पहले मैं इस लोटे को इस आदमी से खरीद लूँ. क्यों जी, बेचोगे? मैं 50 रुपये तक इसके दाम दे सकता हूँ. അപ്പോൾ ഇത് ആരാ പറയുന്നത്? പണ്ഡിറ്റ് ബിൽവാസിയാണ് പറയുന്നത്. ഓക്കെ, ആരോടായിട്ട്? ജാവുലാലിനോട്. ആദ്യം പറയുകയാണ് ബ്രിട്ടീഷുകാരനോടായിട്ട്, അഭി ചല, ഞാൻ ഇപ്പോൾ വരാം. ആപ്കി ഇജാസത്ത് ഹോ तो पहले मैं इस लोटे को इस आदमी से खरीद लूँ. അപ്പോൾ പറയുകയാണ്, ഈ താങ്കളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ, ഇജാസത്ത് മീൻസ് പെർമിഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ ഈ ലോട്ട, ഈ മൊന്ത ഈ ആളുടെ നിന്ന് മേടിക്കട്ടെ കാശ് കൊടുത്ത്. ക്യൂം ജി ബേച്ചോगे. എന്നിട്ട് ജാവുലാലിനോടായിട്ട് പറയുകയാണ്, എന്താ വിൽക്കുന്നോ? मैं 50 रुपये तक इसके दाम दे सकता हूँ. ഞാൻ 50 രൂപ വരെ ഈ ലോട്ടയ്ക്ക് നൽകാം. लाला झाऊलाल तो चुप रहे, पर साहब ने पूछा, इस रद्दी लोटे के आप 50 रुपये क्यों दे रहे हैं. അപ്പോൾ ലാലാ ജാവുലാൽ तो चुप रहे, ലാലാ ജാവുലാൽ ഒന്നും മിണ്ടിയില്ല. पर साहब ने पूछा, സമയത്ത് ആ ബ്രിട്ടീഷുകാരൻ ചോദിച്ചു, ഇസ് റദ്ദി ലോട്ടേക്ക്, അതായത് റദ്ദി എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് ആയിട്ടുള്ള ഈ ലോട്ട, ഈ മൊന്ത, അതിന് 50 രൂപ എന്തുകൊണ്ടാണ് നീ കൊടുക്കുന്നത്? ക്യൂ ദേ രഹേ ഹേ, എന്തുകൊണ്ടാണ് നിങ്ങൾ നൽകുന്നത് 50 രൂപയൊക്കെ ഈ എന്താണ് വേസ്റ്റായ ഈ ലോട്ടയ്ക്ക് നൽകുന്നത്? आप इस लोटे को रद्दी बताते हैं. आश्चर्य, मैं तो आपको एक विज्ञ और सुशिक्षित आदमी समझता था. അപ്പോൾ ഇതാരാ പറയുന്നത്? ബിൽവാസി ബ്രിട്ടീഷുകാരനോടായിട്ട് പറയുകയാണ്, ആപ്പ് ഇസ് ലോട്ടിക്കോ റദ്ദി പത്താതെ, താങ്കൾ എന്താ ഇതിന് വേസ്റ്റ് എന്ന് പറയുകയാണോ ഈ മൊന്തയെ? ആശ്ചര്യ, അതിശയം തോന്നുന്നു. മേ തോ ആപ്കോ ഏക് വിജ്ഞ ഓർ സുശിക്ഷിത് ആദ്മി സമജ്താ താ, ഞാൻ താങ്കളെ നല്ല അറിവുള്ളവനും പിന്നെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുമായിട്ടാണ് കണ്ടത്, താങ്കൾക്ക് അതിൻ്റെ അറിവില്ലേ എന്ന രീതിയിൽ ചോദിക്കുകയാണ്. ആഖിർ ബാത് ക്യാ ഹേ, കുച്ച് ബതായിയേ ഭീ, എന്താ കാര്യം ഒന്ന് പറഞ്ഞ് എന്ന് ബ്രിട്ടീഷുകാരൻ, അതായത് ക്യൂരിയോസിറ്റി കൂടുകയാണ്. जनाब, यह एक ऐतिहासिक लोटा जान पड़ता है. जान क्या पड़ता है, मुझे पूरा विश्वास है. यह वह प्रसिद्ध अकबरी लोटा है जिसकी तलाश में संसार भर के म्यूजियम परेशान हैं. അപ്പോൾ ബിൽവാസി ബ്രിട്ടീഷുകാരനോടായിട്ട് പറയുകയാണ്, ജനാബ്, ജനാബ് എന്ന് പറഞ്ഞാൽ സാറേ എന്ന് വിളിക്കത്തില്ലേ, അപ്പോൾ ജനാബ് യ എക് ഐതിഹാസിക് ലോട്ട ജാൻ പടുത്ത, നല്ല ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു മൊന്തയാണിത് എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ജാൻ ക്യാ പടുത്താ ഹേ, മുझे പൂരാ വിശ്വാസ് ഹേ, എന്താ തോന്നുന്നു എന്ന് പറയേണ്ട ആവശ്യം, ശരിക്കും അത് തന്നെയാണ്, എനിക്ക് വിശ്വാസമുണ്ട്. യഹ് വ പ്രസിദ്ധ അക്ബരി ലോട്ട ഹേ ജിസ്കി തലാഷ് മേ സംസാർ ഭർ കെ മ്യൂസിയം പരേഷാൻ ഹേ. ഈ ലോട്ട, ഈ മൊന്ത അക്ബരി ലോട്ടയാണ്, അതും പ്രസിദ്ധമായ അക്ബരി ലോട്ടയാണ്.
ഇതിനെ തേടി നടക്കുകയാണ് ഈ ലോകം മുഴുവനുമുള്ള മ്യൂസിയം. അവർ തേടി ഇങ്ങനെ ടെൻഷനായിരിക്കുകയാണ്, എവിടെയും കിട്ടാനില്ലല്ലോ, ഈ അക്ബരി ലോട്ട കാണാനില്ലല്ലോ എന്ന രീതിയിൽ അവർ തെരച്ചിലിലാണ് ഈ ലോട്ടയ്ക്ക് വേണ്ടിയിട്ട്. യഹ് ബാത്ത്, ഓ അങ്ങനെയാണോ? എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്